ഇറാന്റെ ഖാർഗ് ദ്വീപിലെ അമേരിക്കൻ ആക്രമണത്തിനും ഇറാന്റെ തിരിച്ചടിക്കും പിന്നാലെ പശ്ചിമേഷ്യയിൽ സംഘർഷം കൂടുതൽ കനക്കുകയാണ്. UAE-യിലെ ഫുജൈറയിലെ എണ്ണ വ്യവസായ കേന്ദ്രവും ഇറാഖിന്റെ തലസ്ഥാനമായ ബഗ്ദാദിലെ അമേരിക്കൻ എംബസിയും കേന്ദ്രീകരിച്ചായിരുന്നു ഇറാന്റെ പ്രത്യാക്രമണം. സമാധാന ചർച്ചകൾക്കായുള്ള പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ ശ്രമം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളി. അമേരിക്കൻ ആക്രമണം നിർത്താതെ ഒരു ചർച്ചയ്ക്കുമില്ലെന്ന് ഇറാനും ആവർത്തിച്ചു. ഇറാന്റെ ഡ്രോണുകളും മിസൈലുകളും തകർത്തെന്ന് സൗദി പ്രതിരോധ സേന പ്രതികരിച്ചു. വിശദാംശങ്ങളുമായി അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര, ദുബായിലെ ഫുജൈറയിൽ നിന്ന് മുഹമ്മദ് റഹീസ്, ജലീൽ കണ്ണമംഗലം ജിദ്ദയിൽ നിന്ന് ചേരും. ആദ്യം മധു കൊട്ടാരക്കരയിലേക്കാണ്. മധു, ഗുഡ് മോർണിംഗ്. ഇരു കക്ഷികളും എന്തായാലും വിട്ടുകൊടുക്കുന്നില്ല, ആക്രമണം നിർത്തില്ല എന്ന് പറയുന്നു. അതിനിടയിൽ ഇറാന്റെ കിരീടമുത്ത ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഉൽപാദന കേന്ദ്രമായ ഖാർഗിൽ ആക്രമണം സംഭവിക്കുന്നു. ഈ ഖാർഗിലെ ആക്രമണം നടത്തിയത് അതിന് പിന്നിൽ ആരൊക്കെയാണ്, എന്താണ് അതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ, അത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ ഇറാൻ ഉയർത്തിയിട്ടുണ്ട്. ഏറ്റവും പുതിയതായിട്ട് നമുക്ക് നൽകാൻ സാധിക്കുന്ന വിവരങ്ങൾ എന്താണ്? ഗുഡ് മോർണിംഗ് ഗോകുൽ കൃഷ്ണ. ഇറാഖിന്റെ പ്രധാന എണ്ണ കയറ്റുമതി അല്ലെങ്കിൽ അവരുടെ എണ്ണപ്പാടങ്ങളുടെ ഹൃദയമെടുപ്പ് കാർഗ് ഐലൻഡിലാണെന്ന് ഇവർക്കും അറിയാം. അവിടുത്തെ സൈനിക കേന്ദ്രങ്ങൾ അമേരിക്ക ബോംബിട്ട് തകർത്തതിന്റെ തൊട്ടു പിന്നാലെയാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പുതിയ ആഹ്വാനം വന്നിരിക്കുന്നത്. അതായത് ഹോർമൂസ് കടലിടുക്ക് വഴി എണ്ണ ലഭിക്കുന്ന ലോകരാജ്യങ്ങൾ ആ പാതയുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനായി അമേരിക്ക മറ്റ് രാജ്യങ്ങളെ വലിയ തോതിൽ സഹായിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങൾ അത് വേഗത്തിലും അതുപോലെ നന്നായി നടത്തുവാൻ അമേരിക്ക ഈ രാജ്യങ്ങളുടെ സുരക്ഷ ആയിട്ട് മുന്നോട്ട് വരുന്ന രാജ്യങ്ങളുമായിട്ടുള്ള ഏകോപനം നടത്തുമെന്നും ട്രംപ് പറഞ്ഞു. ട്രംപ് പറയുന്നത് ചൈന, ഫ്രാൻസ്, ജപ്പാൻ, അതുപോലെ കൊറിയ, UK ഇങ്ങനെ ഈ രാജ്യങ്ങൾ അനാവശ്യ തടസ്സങ്ങൾ ഒഴിവാക്കാൻ അവരുടെ യുദ്ധക്കപ്പലുകൾ അയക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായിട്ടാണ് ട്രംപ് പറയുന്നത്. അതേസമയം ഈ ഹോർമൂസ് കടലെടുക്കിന്റെ കാര്യത്തിൽ നിലപാട് ഇറാനും വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കടലെടുക്ക് എല്ലാവർക്കുമായി തുറന്നു നൽകിയിട്ടുണ്ടെന്നും എന്നാൽ തങ്ങളെ ആക്രമിക്കുന്ന അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഒരു കാരണവശാലും അവിടെ പ്രവേശനം ഉണ്ടാകില്ലെന്നാണ് അവരുടെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി പറഞ്ഞത്. ഈ കടലെടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം കുറഞ്ഞത് ഇറാന്റെ നടപടി മൂലമല്ലെന്നും അറാഗ്ചി പറയുന്നു. ഈ അമേരിക്കയും ഇസ്രയേലും നടത്തുന്ന തുടർച്ചയായ ആക്രമണങ്ങൾ ഈ മേഖലയിൽ ഒരു സുരക്ഷാ ഭീതി സൃഷ്ടിച്ചിട്ടുണ്ട്. അത് കാരണമാണ് ഈ കപ്പൽ ഗതാഗതത്തിന് തടസ്സം സൃഷ്ടിച്ചിരിക്കുന്നതെന്നാണ് ഇറാൻ പറയുന്നത്. പല കപ്പലുകൾക്കും സുരക്ഷാ കാരണങ്ങളാൽ സ്വയം അവർ മാറി നിൽക്കുകയാണെന്നും അബ്ബാസ് അറാഗ്ചി പറയുന്നു. എന്നാൽ ഇറാന്റെ എണ്ണപ്പാടങ്ങൾ ലക്ഷ്യം വെച്ചാൽ മേഖലയിലെ അമേരിക്കൻ കമ്പനികളെയും അതുപോലെ അമേരിക്കയ്ക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരുപാട് പ്ലാന്റുകളുണ്ട് പശ്ചിമേഷ്യയിൽ, അവയെല്ലാം ആക്രമിക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പും അബ്ബാസ് അറാഗ്ചി നൽകിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ അയൽ രാജ്യങ്ങളുടെ മണ്ണ് ഉപയോഗിച്ച് ഇറാനെതിരെ ആക്രമണം നടത്തുന്നത് ഒരു കാരണവശാലും ഇറാൻ അംഗീകരിക്കില്ലെന്നും അറാഗ്ചി പറയുന്നു. അതേസമയം നേരത്തെ ഗോകുൽ സൂചിപ്പിച്ചതുപോലെ യുദ്ധം നിർത്തുവാൻ ഗൾഫ് രാജ്യങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇരുപക്ഷവും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ്. അമേരിക്ക ആക്രമണം അവസാനിപ്പിക്കാതെ ഒരു കാരണവശാലും വെടിനിർത്തൽ ചർച്ചകൾക്ക് ഇല്ലെന്നാണ് ഇറാൻ പറയുന്നത്. അതേസമയം സമാധാന ചർച്ചകൾക്കുള്ള ഈ ഗൾഫ് രാജ്യങ്ങളുടെ നീക്കങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. കൃഷ്ണ, ഗോകുൽ. ശരി, മധു കൊട്ടാരക്കരയാണ് വിവരങ്ങൾ നൽകിയത്. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് ഏതായാലും ആശാവഹമായ പ്രതികരണങ്ങളല്ല ഈ പുലർച്ചെയും വരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.